ഫ്രണ്ട്സ്, ഫൺസോറ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലത്തെ അനാലിസിസും മാർക്കറ്റ് എങ്ങനെ പോയി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ നാളത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽസും. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ലെവല് 23,600 ആയിരുന്നു റെസിസ്റ്റൻസ് 1 മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഞാൻ തംബ്നെയിലിൽ ഓൾറെഡി ഇട്ടിരുന്നു ബെയറിഷ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് 23,300 എന്ന് നമ്മൾ മാർക്ക് ചെയ്ത ടെക്നിക്കൽ അനാലിസിസ് രീതിയിൽ മാർക്ക് ചെയ്ത സപ്പോർട്ട് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കാണിക്കാം. കണ്ടോ, കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ആ 23,300 എന്ന സപ്പോർട്ടിൽ മീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നൽകിയത്. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഓപ്ഷൻ ട്രേഡേഴ്സിന്റെ കാര്യത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സിന് തീറ്റ ഡി കെ വളരെ കൂടുതലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകി, അതിനുശേഷം അപ്വേർഡ് മൂവ്മെന്റ് നൽകി. അഫ്കോഴ്സ് പോസിറ്റീവ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, നല്ല കാര്യം. പക്ഷെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് ധാരാളം ഉണ്ടായി. എസ്പെഷ്യലി ഈ കേസിൽ പറയാൻ നേരത്തെ എനിക്ക് നോക്കാനുള്ളത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. അതായത് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് വെച്ച് നോക്കാൻ നേരത്ത് മാർക്കറ്റ് ഇത് ജൂൺ 2 ഇന്നത്തെ ഫുൾ മൂവ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. മാർക്കറ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് 6:15 എന്ന ടൈമിൽ ഒരു നല്ലൊരു ഗ്യാപ് ഡൗൺ ഉണ്ടായി. അതിനുശേഷം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാപ്പ്, ഇത് പണ്ടുണ്ടായ ഒരു ഗ്യാപ്പാണ്, വലിയൊരു ഗ്യാപ്പായിരുന്നു. അത് ക്ലോസ് ചെയ്ത് വരുവാണ്. അതിനകത്ത് കുറച്ചും കൂടി ഗ്യാപ്പ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഇത് താഴ്ത്തോട്ട് വെച്ചോട്ടെ. കാര്യം ഗ്യാപ്പ് കുറച്ചും കൂടി താഴ്ത്തോട്ടായിട്ടുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് ഇത്രയും കൂടി ഗ്യാപ്പ് ക്ലോസ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കുറച്ചും കൂടി ഗ്യാപ്പ് ക്ലോസ് ആകാനുണ്ട്. ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇന്നത്തെ മാർക്കറ്റിന്റെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 33 പോയിന്റ്സ് ആണ് ഇനി ഗ്യാപ്പ് ഫില്ലാകാനുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റി നല്ലൊരു പുള്ളപ്പ് വന്നു. ആ ഒരു റിഫ്ലക്ഷൻ, ഗ്ലോബൽ മാർക്കറ്റിലുള്ള റിഫ്ലക്ഷൻ നമ്മുടെ നിഫ്റ്റിയിലും കാണിച്ചു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ FII DII ഡാറ്റ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ഡാറ്റ വന്നിട്ടില്ല. പക്ഷെ ഇന്നലത്തെ ഡാറ്റ വെച്ച് നോക്കിയാൽ -3911 ക്രോസ് സെല് ചെയ്തപ്പോൾ ഏകദേശം DII പ്ലസ് 5109 ക്രോസ് ആണ്, 5109 ക്രോസ് ആണ് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത്. എന്നാലും ഇത്രയും സെല്ല് ഉണ്ടായത് കാരണം, ഏകദേശം 4000 അടുത്ത് സെല്ല് ഉണ്ടായത് കാരണം FIIയുടെ നമ്മുടെ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോയി. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഇന്ന് ക്ലോസ് ആയാണ് മാർക്കറ്റ് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്ത് 23,520 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള ഇൻട്രാഡേ അനാലിസിസിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് വന്നിരിക്കുന്ന ക്ലോസിംഗ് എന്ന് പറയുന്നത് 23,520 ആണ് ഇന്നത്തെ നമ്മുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 23,483.55 പ്ലസ് 100 പോയിന്റ്സ് ഓഫ് 0.43% അപ്പ് മൂവ്മെന്റ്. ഇത് ഒരു സ്ലൈഡ് ബുള്ളിഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം ഞാൻ സ്ലൈഡ് ബുള്ളിഷ് എന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് ഒരു 100 പോയിന്റ്സ് അപ്പായിട്ട് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായി. പക്ഷെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആയതുകൊണ്ട് തീറ്റ ഡി കെ കൂടി ഇന്നത്തെ ഓപ്ഷൻ ബയേഴ്സിന് അത്ര പ്രോഫിറ്റബിൾ ആയിരുന്നില്ല ഇന്നത്തെ മാർക്കറ്റ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞ നല്ല തീറ്റ ഡി കെ കാണിച്ച ഒരു ദിവസമായിരുന്നു. പിന്നെ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ നേരത്ത് ഇനി വരുന്ന ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് എടുക്കാവുന്നത് 23,600 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 23,600. ഇത് ഞാൻ ഇന്നലെയും മാർക്ക് ചെയ്തതാണ്, ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്ന് പറയുകയും ചെയ്തു. ഒരു ലെവൽ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ, 23,600. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 23,800 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 23,800. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 23,600 എന്ന ഫസ്റ്റ് ലെവല് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തോട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 23,800 എന്ന ലെവലിൽ പലതവണ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത്
പിന്നെ ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 23,800 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു മുകളിലോട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതേസമയം 23,600 എന്ന ലെവൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ 23,800 വരെ പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതൊരു ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത റെസിസ്റ്റൻസ് ആണ്. 23,600 ആണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല തവണ മാർക്കറ്റ് അവിടെ വന്ന് ഒന്ന് പോസ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു കൺഫർമേഷൻ 1 അവറിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു 23,800 വരെയുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 23,800 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്യാൻ നേരത്ത് നോക്കുവാണെങ്കിൽ 281 പോയിന്റ്സ് ഉണ്ട്. അത് ആവറേജ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണെന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ന്യൂസിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അത്രയും നല്ല പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാത്രമേ ഈ 281 പോയിന്റ്സും കടന്ന് 23,800 ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ചാൻസസ് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയതിനു ശേഷം ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യാനാണ്, നേരത്തെ ഇവിടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത പോലെ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, പിന്നെ സപ്പോർട്ട് ലെവൽ പറയാനാണെങ്കിൽ സെയിം സപ്പോർട്ട് ലെവൽ തന്നെയാണ് 23,300. ഇത് തന്നെയാണ് നമ്മുടെ സപ്പോർട്ട് ലെവൽ വരുന്നത്. ഞാനൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്തോട്ടെ. 23,300 എന്ന ലെവലാണ് ഞാൻ എടുക്കുന്നത്. ഇത്തിരി താഴെ ആയിപ്പോയി, ഞാൻ കറക്റ്റ് ഒന്ന് വെച്ചോട്ടെ. 23,300 ഈ ഒരു ലെവലും ഞാനിപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ ആ ലെവൽ എടുത്തേക്കണേന്ന്. കാര്യം ഇതും മാർക്കറ്റ് കണ്ടോ പല തവണയായിട്ട് ഇൻട്രാഡേയിൽ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. അതുകൊണ്ടാണ് 23,300 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് എടുക്കുന്നത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ മാർക്കറ്റ് പിന്നെയും ബെയറിഷ് ആയിട്ട് പോകുള്ളൂ. ഇന്നും നമ്മൾ കണ്ടു ആ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും ഒരു ഇൻവേർട്ടഡ് ഹാമർ ഉണ്ടായെങ്കിലും പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് പുള്ളപ്പ് ചെയ്ത് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോവുകയാണ്, തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ക്രോസ് ചെയ്യുന്ന നല്ലൊരു മർബോസു അല്ലെങ്കിൽ നല്ലൊരു ഇൻവേർട്ടഡ് സ്ട്രോങ് ക്യാൻഡിൽ, ഇത് നല്ല വിക്കുള്ള സ്ട്രോങ് ഇൻവേർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബെയറിഷ് മൂവ്മെന്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 23,300 ആണ് നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് ലെവലും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ ഫിബൊനാച്ചി ലെവൽസ് വെച്ച് നോക്കുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിബൊനാച്ചി അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫിബൊനാച്ചി ഹൈ ടു ലോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈ ടു ലോ ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഇവിടെ ഹൈ ടു ലോ ഇപ്പൊ പോയിരിക്കുന്ന ലോ വരെ നോക്കിയാൽ നമുക്ക് കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴത്തെ സപ്പോർട്ട് വെച്ചാണ് എടുക്കുന്നത്. കണ്ടോ, ഈ 23,600 എന്ന ലെവലും 23,800 എന്ന ലെവലും കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 23,789 ഉണ്ട്. 0.618 എന്ന് പറയുന്ന ഫിബൊനാച്ചി ലെവലാണ്. ഈ രണ്ട് ലെവലും ഫിബൊനാച്ചി വെച്ച് നോക്കിയാലും വളരെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. ഓക്കെ, ആ ലെവൽസ് കൂടി ആയതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ലെവൽസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് ഓരോ അനാലിസിസും ക്യാൻഡിൽസും കറക്റ്റ് ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മളുടെ കയ്യിൽ കോഴ്സ് ഉണ്ട്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ ഉള്ളതുണ്ട്. ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമുള്ള കോഴ്സ് ഉണ്ട്. ടെക്നിക്കൽ, സെന്റിമെന്റൽ, വോളിയം, ഫിബൊനാച്ചി, കാൻഡിൽ സ്റ്റിക്, പ്രൈസ് ആക്ഷൻ, ഇതെല്ലാം കവറപ്പ് ചെയ്യുന്ന ഫുൾ ഇൻഡെപ്ത് കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ, ഓൺലൈൻ ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ ഇന്നലത്തെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ കാർഡിൽ അറ്റാച്ച് ചെയ്തേക്കാം, ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആയിരുന്നു ഞാൻ വരച്ചിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ, ഇവിടെ മുകളിലുള്ള റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിരുന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് റീട്രേസ് ചെയ്യും പറഞ്ഞിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത കാരണം
ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് നടന്നു, വെരി സ്മോൾ, നെഗ്ലിജിബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു നെഗ്ലിജിബിൾ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഞാനിവിടെ സർക്കിൾ ചെയ്ത് വിട്ടിരുന്നു, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണമെന്ന്. എവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് തിരിച്ച് അസിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ അകത്തോട്ട് കയറി പിന്നെയും ആ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിളിന്റെ, അതായത് ഈ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് എടുക്കുകയാണ് നമ്മൾ കണ്ടത്. കണ്ടോ, ഈ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് എടുത്ത് അവിടെ വന്ന് ക്ലോസ് ചെയ്യാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വരച്ചിരുന്ന റെസിസ്റ്റൻസസ്, ഇവൺ ദോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ ഞാൻ വരച്ചിരുന്ന റെസിസ്റ്റൻസ് 53,800 54,400 ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 53,800 ടച്ച് പോലും ചെയ്തില്ല. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് ഉള്ളിലോട്ട് എൻറ്റർ ചെയ്തു, ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ ഉള്ളിലോട്ട് എൻറ്റർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡിലോട്ടുള്ള, അതായത് സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ ബുള്ളിഷ് സൈഡിലോട്ടോ ബെയറിഷ് സൈഡിലോട്ടോ ഉള്ള ബ്രേക്ക് ഔട്ട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 71 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകി. പക്ഷെ നമുക്ക് സൈഡ് വേസ് ആയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ ഈ മൂവ്മെന്റിന്. കാര്യം എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ 150 to 300 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. അപ്പോൾ ഒരു 100 പോയിന്റ്സ് പോലും എടുത്തില്ല ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ടാണ് ഞാനിത് സൈഡ് വേസ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 53,714 ആണ് നമ്മുടെ ബൈസെൽ വാല്യൂ വന്നത്. ക്ലോസിംഗ് ഒന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ ഇന്നലെ മൺഡേ ക്ലോസിംഗ് വരച്ചിരുന്നു, അത് തന്നെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് ആയിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 53,813 ആണ്. ഞാനപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. 53,813 ഇതാണ് നമ്മുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പിന്നെ ബൈസെൽ വാല്യൂ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പെർസെൻറ്റേജ് വൈസ് നോക്കിയാലും 0.13% മൊത്തം സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ്, അതാണ് നല്ലൊരു കാര്യം. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ ഇപ്പോഴും 53,800 തന്നെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലൈക്ക് മുകളിലോട്ട് 54,400 അഫ്കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. അതായത് 54,985 ഉണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 55,000 എടുക്കാം. ഇത് ഇൻട്രാഡേയിൽ ഇത്രയും മൂവ് ചെയ്യണമെന്നില്ല, പക്ഷെ നല്ലൊരു ബിഗർ മൂവ്മെന്റ് വന്നാൽ മാത്രമേ ഇത് നോക്കാൻ പാടുള്ളൂ. 55,000 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലെവൽസ് ഒക്കെ റെസിസ്റ്റൻസ് 1ഉം സപ്പോർട്ടും ഏകദേശം സെയിം തന്നെയാണ്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആണ് എന്നാൽ മാത്രമേ നമുക്ക് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ സെക്ടർ വൈസസ് പെർഫോമൻസും ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പ് ഗെയിനർ നിഫ്റ്റി 50യിൽ വന്നത് TCS ആണ്. ഇപ്പോൾ IT സെക്ടർ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് IT സെക്ടർ ഏകദേശം 4% മുകളിലാണ് പെർഫോം ചെയ്തത്. ഇപ്പോഴത്തെ AI-യും മറ്റ് കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ IT സെക്ടർ ഇത്തിരി ബൂമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാം TCS, ഇൻഫി, HCL ടെക് ഇതൊക്കെയാണ്, വിപ്രോ ഇതൊക്കെയാണ്. അദാനി എൻറ്റും ഉണ്ട്, പക്ഷെ ഞാൻ IT വെച്ച് പറയണേ ഇതൊക്കെ നല്ലൊരു പെർഫോമൻസ് ഇന്ന് കാണിച്ചു. ആ ഒരു റിഫ്ലക്ഷൻ IT സെക്ടറിലും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൂസേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ NTPC, ആക്സിസ് ബാങ്ക്, പവർ ഗ്രിഡ്, HDFC ലൈഫ്, ഡോക്ടർ റെഡി എന്നിവയൊക്കെയാണ് ലൂസറിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് NTPC ആണ് ഏറ്റവും വലിയ ലൂസർ വന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ഇന്ന് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇന്നലെ 0 ഗെയിനേഴ്സ് ആയിരുന്നു, റെക്കോർഡ്സ് ഒന്നും ഇല്ലായിരുന്നു. അതേസമയം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ്, അത്ര വലുതല്ല എന്നാലും ബെറ്റർ പെർഫോമൻസ് കാണിച്ചത് ഫെഡറൽ ബാങ്ക് ആണ്. അതിന്റെ തൊട്ടുപുറകെ ഇൻഡസ് ബാങ്ക്, കാനറ ബാങ്ക്, HDFC, AU ബാങ്ക്, കൊഡാക്, ബാങ്ക് ഓഫ് ബറോഡ, SBIN, PNB, IDFC ഫസ്റ്റ് ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക്. ഓക്കെ, പിന്നെ ലൂസേഴ്സിൽ ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് നമ്മുടെ ആക്സിസ് ബാങ്ക് ആണ്. അതിലും കുറവ് ലൂസർ ആയിട്ട് വന്നത് ICICI ബാങ്ക്, പിന്നെ യെസ് ബാങ്ക്. ഇവയൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലൂസേഴ്സ് വന്നത്. ഇനി നമ്മുടെ ഇൻഡിസസിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇത്തിരി ബുള്ളിഷ് ആയിട്ടാണ് മൊത്തം ഇൻഡിസസ് മൂവ് ചെയ്തത്. എസ്പെഷ്യലി നിഫ്റ്റി മൈക്രോ ക്യാപ് 250 1% എബവ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. ബാക്കിയെല്ലാം ഓക്കെ എന്ന് നമുക്ക് പറയാം, പക്ഷെ 1% മുകളിലുള്ള ഇപ്പൊ നിഫ്റ്റി നെക്സ്റ്റ് 50 ആണെങ്കിലും 0.28%, നിഫ്റ്റി 50 ആണെങ്കിൽ 0.4%, വളരെ ചെറുതായിട്ട്, കൂടുതൽ സൈഡ് വേസ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
പക്ഷേ മിഡ് ക്യാപ് സെലക്ട് ചെറുതായിട്ട് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു, 0.17% ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. ഇനി സെക്ടോറിയൽ ഇൻഡിസസ് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് പെർഫോമറായി ഇന്ന് പെർഫോം ചെയ്തത് നിഫ്റ്റി IT സെക്ടർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4%ന്റെ മുകളിൽ 4.23% ആണ് അപ്വേർഡ് മൂവ്മെന്റ് സെക്ടർ വെച്ച് നോക്കിയാൽ നൽകിയിരിക്കുന്നത്. നമ്മൾ കണ്ടു നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വിപ്രോ ഇതൊക്കെ വന്നിട്ടുണ്ട്, ഇൻഫി ഇതൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ ഇന്ന് നിഫ്റ്റി IT സെക്ടറിൽ ഉണ്ടായി. പിന്നെ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസും നിഫ്റ്റി MSIT ടെലികോം സെക്ടർ നല്ലൊരു പെർഫോമൻസ് കാണിച്ചു. അതിനകത്ത് നിഫ്റ്റി MSIT ടെലികോം സെക്ടർ 2% എബവ് ബുള്ളിഷ് ആയിട്ട് കാണിച്ചു. കൺസ്യൂമർ ഡ്യൂറബിൾസ് 1.30% നല്ലൊരു മൂവ്മെന്റ് ആണ് കാണിച്ചത്. ബാക്കി എല്ലാം ബുള്ളിഷ് ആണെങ്കിലും ആയിക്കോട്ടെ, ബെയറിഷ് ആണെങ്കിലും ആയിക്കോട്ടെ, ഒരു 1%ന്റെ മുകളിലില്ല, ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫിൻനിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിൻനിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഫിൻനിഫ്റ്റിയിൽ ഇന്ന് നമ്മൾ ഇന്നലെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത പോലെ ഇവിടത്തെ 200 പോയിന്റ്സ് ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. നമുക്ക് ഇന്ന് കാണാം 200 പോയിന്റ്സ് ഗ്യാപ്പ്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഗ്യാപ്പ് ക്ലോസ് ആയാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ വന്ന് 200 പോയിന്റ്സ് ഗ്യാപ്പ് ഇന്ന് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 200 പോയിന്റ്സ് ഗ്യാപ്പ് അഫ്കോഴ്സ് പോസിബിൾ ആണ്. കാര്യം ഫിൻനിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ ഈ ഗ്യാപ്പ് ഡൗണും കൂടി ആയപ്പോഴേക്കും ഫുള്ളി അത് ക്ലോസ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഫിൻനിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലെ പോലെ ഗ്യാപ്പ് ഒന്നുമില്ല. അതിനുശേഷം പിന്നെ മാർക്കറ്റ് അപ്പ് മൂവ്മെന്റ് നടത്തി. പക്ഷേ ബെയറിഷ് ക്ലോസിംഗ് ആണ്, -147 പോയിന്റ്സ് ബെയറിഷ്. പക്ഷേ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് പിന്നെയും ആ സെയിം റെസിസ്റ്റൻസ് പോയിന്റിലാണ്. ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്, അതായത് ഞാനൊന്ന് ജസ്റ്റ് ഇന്നത്തെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 24,905 ആണ് ഇന്നത്തെ നമ്മുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ 24,861.25. നേരത്തെ പറഞ്ഞ പോലെ -147 പോയിന്റ്സ് ഡൗൺ, 0.59% ഡൗൺവേർഡ് മൂവ്മെന്റ്. വലിയ ബെയറിഷ് അല്ല, എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150 to 200 പോയിന്റ്സ് എന്ന് പറയാൻ നേരത്ത് 150യുടെ അടുത്ത് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, ഗ്യാപ്പ് ഡൗണും കൂടി കഴിഞ്ഞാണ് ആ മൂവ്മെന്റ് ഉണ്ടായത്. അപ്പൊ മൊത്തം ഗ്യാപ്പ് ഡൗണും കൂടി കഴിഞ്ഞുള്ള മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും 308 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ഡൗൺ മൂവ്മെന്റ് നൽകി നമ്മുടെ ആ പഴയ ഞാൻ ഈ വരച്ചിട്ട ഡോട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റിൽ, അതായത് 24,905 കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ വന്ന് ക്ലോസ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയും സപ്പോർട്ടും റെസിസ്റ്റൻസും മാറുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24,700 സപ്പോർട്ട് 2 ആണ് ഞാൻ എഴുതിയേക്കണത്. ഇനിയിപ്പോ ഇത് സപ്പോർട്ട് 1 ആയിട്ട് മാറും. കാര്യം മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തോട്ട് വന്ന കാരണം ഇനി ഇത് സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത് ഈ 25,500 തന്നെയാണ് റെസിസ്റ്റൻസ് 1. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഫിൻനിഫ്റ്റിയിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ മൈനർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്യണം, എന്നാലേ ഈ 25,500 പുള്ളപ്പ് ചെയ്യുള്ളൂ. ഇതെന്ന് പറയുന്നത് 25,300 എന്ന ലെവലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാം. 25,300 ഒരു സ്മോൾ റെസിസ്റ്റൻസ് ആയിട്ട് കരുതിയാൽ മതി. അതാണ് ഞാൻ എസ് എന്ന് എഴുതിയേക്കുന്നത്. സ്മോൾ എം എന്ന് എഴുതിയാൽ ചിലപ്പോൾ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ മൈനർ റെസിസ്റ്റൻസ് എന്ന് എഴുതാതെ സ്മോൾ റെസിസ്റ്റൻസ് എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഈ 25,300 ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് 25,500 വരെ പോകാൻ നമുക്ക് ഫിൻനിഫ്റ്റിക്ക് പറ്റും. കാര്യം ഇവിടെ നിന്ന് ഉള്ള മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് മൂവ്മെന്റ് 340 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 25,500 വരെ എത്തണമെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ വന്നാൽ മാത്രമേ എത്തുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ചാൻസസ് ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന 25,300 എന്ന റെസിസ്റ്റൻസ് 1ന്റെ അവിടെ വന്ന് സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മാത്രമേ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരണുണ്ടോ എന്ന് നോക്കണം. അഥവാ ഇതുപോലെ നല്ലൊരു ഹെവി ബുള്ളിഷ് ക്യാൻഡിൽ വരുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ സൈഡ് വേസ് വന്ന് കുറച്ചും കൂടി താഴെ വന്ന് ക്ലോസ് ആകാനാണ് ചാൻസ് കൂടുതൽ. അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഗ്യാപ്പ് ഇല്ലാത്ത കാരണം ഇനിയിപ്പോൾ ഈ 2 ആരോസിന് ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മളെ ഗ്യാപ്പ് ഒക്കെ ക്ലോസ് ആയി. ഓക്കെ, ഇനി നമ്മൾ സെൻസെക്സ് നോക്കാം.
അപ്പൊ സെൻസെക്സ് നമ്മൾ വരച്ചിരുന്നത് 500 പോയിന്റ്സ് മുകളിലുള്ള ഗ്യാപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നു. നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരുന്ന ലെവൽ എന്ന് പറയുന്നത് 73,500 ആണ്. അപ്പൊ നിഫ്റ്റി പോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഞാനൊന്ന് ഇതൊന്ന് നീക്കി വെച്ചോട്ടെ, എന്നാലേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴ്ത്തോട്ട് പോകുന്നു. അതായത് ഞാനിവിടെ വരച്ചിട്ടിരുന്നു ഈ ഒരു സപ്പോർട്ട് ലെവൽ വളരെയധികം ശ്രദ്ധിക്കണം. 2 തവണ മീറ്റ് ചെയ്ത സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കുറച്ചും കൂടി താഴ്ത്തോട്ട് പോകുന്നു. പക്ഷെ മാർക്കറ്റ് 73,500 സപ്പോർട്ട് 1 വരെ വന്നില്ല. അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാൻഡിൽസ് വെച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ കാൻഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഉണ്ടായി. അതിനുശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ്, അത് കഴിഞ്ഞ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ്, പിന്നെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ട് ഇവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കണത്. അതായത് 74,743 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തു കാണിക്കാനുള്ള ഒരു കാര്യം, ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഇന്നലെ വരച്ചിരുന്ന സിമെട്രിക്കൽ ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്, പക്ഷെ തിരിച്ച് കയറിയിട്ടില്ല. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു ബെയറിഷ് കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആയാൽ നോക്കേണ്ട മെയിൻ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഗ്യാപ് ഡൗൺ ഉണ്ടായാണ് മാർക്കറ്റ് താഴ്ത്തോട്ട് പോയ കാര്യം. ഇന്നലത്തെ നമ്മുടെ മാർക്കിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. ഇന്നലെ ക്ലോസ് ചെയ്ത ലെവൽ 74,297 ആണ്. അവിടെ നിന്നാണ് പിന്നെ മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ് ഡൗണോടുകൂടി താഴ്ത്തോട്ട് പോയാൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്ന് സൂം ചെയ്തോട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത ലെവൽ. ഒറ്റ നിമിഷം ഞാൻ കറക്റ്റ് വെച്ചോട്ടെ. ഇതായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത ലെവല്. ഈ ലെവലിന്റെ അവിടെ നിന്നാണ് ഗ്യാപ് ഡൗൺ ഉണ്ടായത്. അതിനുശേഷം ആ ഗ്യാപ്പ് ഫുള്ളി ക്ലോസ് ആയി. പിന്നെ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോയി. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അതേ മൂവ്മെന്റ് തന്നെയാണ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. തീറ്റ ഡിക്ക് നല്ലോണം റിഫ്ലക്ട് ചെയ്തു. അതിനുശേഷം പിന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. ആ ഒരു പോയിന്റിൽ വന്നാണ് കണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ വന്നാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് മൂവ്മെന്റ് ഒരു ചെറിയ ബുള്ളിഷ് കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കടക്കാം. ആദ്യമേ തന്നെ ഈ 500 പോയിന്റ്സ് ഗ്യാപ്പ് ഞാനൊന്ന് റീറൈറ്റ് ചെയ്തോട്ടെ. അപ്പോൾ 500 പോയിന്റ്സ് ഗ്യാപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. സെൻസെക്സിന്റെ ക്ലോസിംഗ് വന്നത് 74,743 ആണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നത്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം സെൻസെക്സ് തേഴ്സ്ഡേ എക്സ്പയറി ആണ്. അപ്പോൾ കുറച്ചും കൂടി മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും. കാര്യം എന്താ, സെൻസെക്സിന്റെ കേസിൽ എടുത്തു പറയാണ്, ഇന്ന് ഇത്തിരി ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു, പക്ഷെ കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആയിട്ട് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 74,649.84 ആണ് പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. പ്ലസ് 382 പോയിന്റ്സ് അപ്പ് 0.52% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗ്ലോബൽ അൺസർട്ടനിറ്റിയും വാറും എല്ലാം ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡറേഷനിൽ എടുക്കണം. ആ ഒരു വോളറ്റിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിലും കാണിക്കുന്നതായിരിക്കും. എപ്പോഴും മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇഫ് നിഫ്റ്റി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വലിയ ഒരു ഫോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ സംഭവിക്കുമോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴും അതുകൊണ്ട് എപ്പോഴും ഗിഫ്റ്റ് നിഫ്റ്റി ചെക്ക് ചെയ്യുന്നത് നല്ലൊരു വൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ സെൻസെക്സിൽ നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്നത്, നമുക്കൊന്ന് ജസ്റ്റ് ഫിബൊനാച്ചി ലെവൽ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഫിബൊനാച്ചി ഹൈറ്റ് ലോ ആണ് എടുക്കുന്നത്. ഹൈറ്റ് ലോ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. ഇവിടെ കൊണ്ടുവരും ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ. നമുക്ക് എടുത്തു നോക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 75,200 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 75,200
ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരാൻ പോകുന്ന സപ്പോർട്ട് ലെവൽ, ഇപ്പോൾ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ 74,000 എന്ന ലെവല് ഇമ്പോർട്ടന്റ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഞാനിവിടെ മാർക്ക് ചെയ്യാം, കറക്റ്റ് ഒന്ന് വെച്ചോട്ടെ. 74,000 ഇതായിരിക്കും ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ് സെൻസെക്സിനെ അപേക്ഷിച്ച്. കാര്യം ഇത് ഫിബൊനാച്ചി ലെവലും കൂടിയാണ്. പിന്നെ ഇവിടെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാവുന്ന ഒരു കാര്യം, ഞാൻ ഈ ഫിബൊനാച്ചി ഒന്ന് മായ്ച്ചോട്ടെ, എന്നാലേ അത് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച്, ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു കുറച്ച് ദിവസം ഒരു സൈഡ് വേസ് മാർക്കറ്റ് മൂവ് ചെയ്ത ഏരിയ ആണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ഇത്രയും ഭാഗം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് സൈഡ് വേസ് മൂവ്മെന്റ് കാണിച്ചു മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലോട്ട് എൻ്റർ ചെയ്യാൻ നേരത്ത് 75,200 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആവണുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കണം. പിന്നെ നോക്കാവുന്ന നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആക്ച്വലി ഒരു ആവറേജ് മൂവ്മെന്റ് ഞാൻ പറയാറുണ്ട് 500 to 1000 പോയിന്റ്സ്. അപ്പോൾ ഒരു ഈ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ എടുക്കാം ഈ ഒരു പോയിന്റ്. ഇതെന്ന് പറയുന്നത് 75,700 എന്ന ലെവലാണ്. 729 ഉണ്ട്, ഞാൻ റൗണ്ടപ്പ് ആയിട്ട് 75,700. ഇതും ഒരു ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. കാര്യം ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി കാണും. കാര്യം ഈ ഒരു ലെവൽ മാർക്കറ്റ് പലതവണ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് 75,200 ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു 75,700 ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്നാണ്. ഇവിടെ നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു 75,700 എന്ന റെസിസ്റ്റൻസ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അതിന് നമുക്ക് ഫസ്റ്റ് കടമ്പ, ഇതൊക്കെ നടക്കണമെങ്കിലുള്ള ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് 75,200 എന്ന റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ആണ്. കാര്യം ഇപ്പോഴത്തെ ഒരു ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ലോ ടു ഹൈ ജസ്റ്റ് ആവറേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ വെച്ചാണ് ഞാൻ ആവറേജ് പറയുന്നത്. ഈ ഒരു ആവറേജ് ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. അതായത് ഈ ഒരു ആവറേജ് ലൈൻ ഇതാണ്, നമുക്കൊരു കൺഫർമേഷൻ ലെവൽ പോലെ എടുക്കാം. ഈ ഡോട്ടഡ് ലൈനിന്റെ മുകളിൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് 75,200 മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ആണ് നമ്മുടെ ആവറേജ് ആയിട്ടുള്ള ലെവല്. അപ്പൊ ഈ ഒരു പകുതി എങ്കിലും മുകളിലോട്ട് ക്രോസ് അപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് 75,700 നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് 75,200 അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് പിന്നെ താഴത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകണമെങ്കിൽ ചെക്ക് ചെയ്യണം. പിന്നെ ബെയറിഷ് ആയിട്ട് ഉള്ള കാര്യമാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 74,000 ആണ് നമ്മുടെ മെയിൻ സപ്പോർട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതായത് ഇന്നത്തെ ക്ലോസിങ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന മാർക്കറ്റ് ക്ലോസിങ് എന്ന് പറയുന്നത് ഏകദേശം 74,743 ആണ് ഇന്നത്തെ ട്യൂസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 382.50 പോയിന്റ്സ്, 0.52% അപ്വേർഡ് മൂവ്മെന്റ്. പിന്നെ എനിക്ക് ഒരു മിസ്റ്റേക്ക് ഈ വീഡിയോയിൽ പറ്റിയിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഞാൻ എല്ലായിടത്തും മൺഡേ ക്ലോസിംഗ് എന്നാണ് എഴുതിയേക്കുന്നത്, ക്ഷമിക്കുക. ഇത് മൺഡേ ക്ലോസിംഗ് അല്ല, ഇത് ട്യൂസ്ഡേ ക്ലോസിംഗ് ആണ്. ഇന്ന് ട്യൂസ്ഡേ ആണല്ലോ, ഞാൻ പെട്ടെന്ന് ആ ഒരു നേരത്തെ കിടന്നിരുന്ന സ്ഥലത്ത് നോക്കി എഴുതിയപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ട്യൂസ്ഡേ ക്ലോസിംഗ് ആണ് ഇതൊക്കെ. ഞാൻ കാര്യം കറക്റ്റ് ചെയ്ത് എഴുതിയപ്പോൾ ഞാൻ മാറിപ്പോയതാണ്. അപ്പോൾ ഇതെല്ലാം ട്യൂസ്ഡേ ക്ലോസിംഗ് ആണ്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഫിൻ നിഫ്റ്റിയിലെ ജസ്റ്റ് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിൻ നിഫ്റ്റിയിലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ സെൻസെക്സിൽ പറഞ്ഞ പോലെ ഈ ഒരു പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഇതും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നൽകിയ പോർഷൻ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുള്ളി സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാകാൻ ധാരാളം ചാൻസ് ഉണ്ടെന്ന് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് കടന്നാൽ സൈഡ് വേസ് മൂവ്മെന്റ് എന്ന് പറയാൻ കാരണം ഈ ഒരു ഏരിയ ഈവൻ 25,300 25,500 ബ്രേക്ക് ഔട്ട് ആയി പോയില്ലെങ്കിൽ
സൈഡ് വേസ് മൂവ്മെന്റ് ചാൻസസ് കൂടുതലാണ്. കാര്യം നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നത് മാർക്കറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്ന കോൺസെപ്റ്റിലാണ്. നേരത്തെ നടന്ന പോലെയുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും. സൈഡ് വേസ് നടന്ന സ്ഥലത്തൊക്കെ സൈഡ് വേസ് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ടെക്നിക്കൽസിൽ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അത് അനലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ സൈഡ് വേസ് ഈ രണ്ട് 25,300ഉം 25,500ഉം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഫിൻനിഫ്റ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അനലൈസിങ് ചെയ്യാൻ ഇൻഡെക്സിലായിക്കോട്ടെ, ഷെയർ മാർക്കറ്റിലായിക്കോട്ടെ, ഇക്വിറ്റിയിലായിക്കോട്ടെ, ഇൻ ഡെപ്ത് ആയിട്ട് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഫുൾ കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ 8870135772 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യാവുന്നതാണ്. രണ്ട് രീതിയിൽ ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, ഇപ്പോൾ ഓൾറെഡി ഒരു ഫ്രഷർ ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെങ്കിൽ അതുപോലെ നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് അറിയാവുന്നവരാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കോഴ്സ് നൽകുന്നതായിരിക്കും. ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്, ഫുള്ളി റെക്കോർഡഡ് കോഴ്സസ് ഉണ്ട്. ഓൺലൈനിൻ്റെയും ഓഫ്ലൈനിൻ്റെയും എല്ലാത്തിൻ്റെയും ഫുള്ളി റെക്കോർഡഡ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ലൈഫ് ടൈം ആക്സസും ലൈഫ് ടൈം വാട്സാപ്പ് സപ്പോർട്ടോടും കൂടിയാണ് വരുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 8870135772 എന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ ടോപ്പിക്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ 1-to-1 മെന്റർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.